Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ തനി നാടൻ ദോശയാണ്. നാടൻ ദോശ, തട്ടുകട ദോശ ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ പേപ്പർ ദോശ ഉണ്ടാക്കാറുണ്ട് കട്ടി കുറച്ച്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ദോശയാണ്, നമ്മളുടെ സാധാരണ ദോശ. അപ്പോൾ അതിന് ഞാനിവിടെ ചായ കുടിക്കുന്ന 250 ml കപ്പിന് 2 കപ്പ് അരി നല്ലതുപോലെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണിത്. ഒരു 3.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാനിത്. അപ്പം 3.5 മണിക്കൂറിൽ കൂടുതൽ, ഒരു 3.5 hours കൂടുതൽ സോക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇഡ്ഡലി അരിയാണ്. ഇഡ്ഡലി അരിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഏറ്റവും ബെസ്റ്റ്. മറ്റിപ്പോൾ കിട്ടുന്ന പച്ചരികളൊക്കെ അത്ര നല്ലതല്ല, ഒട്ടുന്ന പച്ചരികളാണ് കിട്ടുന്നത്. അപ്പം ഇഡ്ഡലി അരി യൂസ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നല്ലതുപോലെ ഞാൻ കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് കുറച്ച് വെളുത്ത കളർ ഇളകും കേട്ടോ ഈ ഇഡ്ഡലി അരിയിൽ നിന്ന്. അത് പോകുന്നത് വരെ കഴുകിയെടുക്കുക. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോട്ട ഉഴുന്ന്. ഗോട്ട ഉഴുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ മുഴുവനായിട്ട് ഫുള്ളായിട്ടിരിക്കുന്ന ഉരുണ്ട ഉഴുന്ന് കിട്ടത്തില്ലേ, ഇതേ ഇങ്ങനെ ഉരുണ്ടിരിക്കണ ഉഴുന്ന്. സാധാരണ ഉഴുന്നെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ളതാണ്, 2 പീസായിട്ട് മുറിഞ്ഞ ഉഴുന്നാണ് നമ്മൾ വാങ്ങുന്നത്. ആ ഉഴുന്ന് വാങ്ങാതെ ഇങ്ങനെ മുഴുവനായിട്ടിരിക്കുന്ന, അതായത് ഒരു പീസായിട്ട് ഇരിക്കുന്ന ഉരുണ്ട ഉഴുന്ന് വാങ്ങുക, പുളിയില്ലാത്ത ഉഴുന്ന്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ ഉഴുന്നും കൊണ്ടുണ്ടാക്കുന്ന ദോശയും ഇഡ്ഡലിയും. അപ്പം ഞാൻ ഈ ഉഴുന്നും ഇതിങ്ങനെ വാങ്ങാൻ കിട്ടും, ഗോട്ട ഉഴുന്ന്. നാട്ടിലും മലയാളത്തിലും എന്താണ് പറയുന്നത് അത് കണ്ടാലറിയാം, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഉഴുന്ന്, അത് വാങ്ങിയാൽ മതി. മുറിഞ്ഞ ഉഴുന്ന് വാങ്ങുമ്പോൾ അതത്ര സോഫ്റ്റ് ആയിരിക്കില്ല. ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു 3.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് സെപ്പറേറ്റ് അരച്ചെടുക്കണം. അതുപോലെ അരി അരച്ചെടുക്കുമ്പോൾ നമ്മൾ ദോശയ്ക്കാണേലും ഇഡ്ഡലിക്കാണേലും അരി അങ്ങ് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കണ്ട കേട്ടോ. അതൊരു ചെറിയ തരിതരിപ്പ് അതിലുണ്ടെങ്കിൽ, തരി ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോട്ട്, കുഴപ്പമില്ല. ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കുക, ഫുൾ അങ്ങ് ഇത് ചെയ്യണ്ട. അപ്പം നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അരി അങ്ങ് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് ഈ അരി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ അരിയുടെ ലെവലിൽ നിൽക്കത്തക്കോണം വെള്ളം ഒഴിക്കണം. അരിക്ക് മുകളിൽ വെള്ളം വെക്കണ്ട കേട്ടോ. ഒത്തിരി വെള്ളമായ ചിലപ്പോൾ അരി അരച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാവും, അങ്ങ് വെള്ളം പോലെ ആയിപ്പോ അരി പെട്ടെന്ന് അരയ്ക്കുമ്പോഴേ. അരി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതങ്ങ് ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കിയില്ല, കുഞ്ഞ് ചെറിയ തരികൾ ആ അരിയിലുണ്ട്. ഇപ്പം ഇതിനകത്തോട്ട് ഞാൻ ഒരു നുള്ളു ഉലുവ ഒന്ന് കുതിർത്ത് വെച്ചിരുന്നു. ഒരു 10-12 പീസ് ഉലുവ മതി കേട്ടോ. ഒരുപാട് 1/2 സ്പൂണോ 1 സ്പൂണോ ഒന്നും ഉലുവ വേണ്ട, കാരണം ഉലുവയുടെ സ്മെല്ല് എടുത്ത് അറിയരുത് ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും. ഉലുവ ചേർക്കുക ഓപ്ഷണലുമാണ്. ചോറ് മാത്രം ചേർത്താലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാൻ വളരെ റെയറായിട്ട് ഇപ്പം ഷൂട്ട് ചെയ്തായതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ ഇതിലോട്ട് ഞാനൊരു കുക്ക് ചെയ്ത 2 ടേബിൾ സ്പൂൺ ചോറ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ചോറ് ചേർത്ത് അരി ഒന്നുകൂടെ നമുക്ക് അരച്ചെടുക്കണം. അപ്പം ചോറ് ചേർക്കുവാണെങ്കിൽ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ അരി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരി ഇവിടെ അരിച്ചെടുത്തു. അപ്പോൾ ഇത് നല്ല ചെറിയ തരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അരിയിൽ, പക്ഷെ ഒത്തിരി ഫൈൻ ആക്കണ്ട. അപ്പോൾ നമുക്ക് ഉഴുന്ന് കൂടി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് അരയ്ക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ. ഉഴുന്ന് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ അരിയിലോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ അരിയുടെ ബാറ്ററും ഈ ഉഴുന്നും നല്ല ഫൈൻ പേസ്റ്റായിട്ട് സോഫ്റ്റായിട്ട് അരച്ച ഉഴുന്നും കൂടെ നമ്മൾ കൈ കൊണ്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഈ ഉഴുന്നും അരിയും നമ്മളുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. എങ്കിലേ അത് രാവിലത്തെ നെക്സ്റ്റ് ഡേയിലേക്ക് പുളിക്കുള്ളൂ. അത് എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ശരിയായ രീതിയിൽ ഫെർമെൻ്റ് ആയിട്ട് അത് നല്ല സ്പോഞ്ചി ആയിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുള്ളൂ. പലർക്കും ഒരു ഇതുണ്ട്, നമ്മൾ കൈ കൊണ്ടൊക്കെ എന്തിനാണ് മിക്സ് ചെയ്യുന്നത്, സ്പൂണും കൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അതിനും പ്രോബ്ലം ഇല്ല. പക്ഷേ കൈ കൊണ്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ആ ഒരു യഥാർത്ഥ ദോശയുടെ അത് കിട്ടൂല. അപ്പം ഹെസിറ്റേഷൻ ഒന്നും വേണ്ട. നമ്മളുടെ കൈയാണ്, ഈ കൈ കൊണ്ടാണ് നമ്മൾ ഉണ്ണുന്നത്, ഈ കൈ കൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്.
ചിലർക്കൊക്കെ കൈയും കൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ഹെസിറ്റേഷൻ ആണ്, കയ്യിലെല്ലാം ആവുമല്ലോ എന്ന് കരുതി. സാരമില്ല, നമ്മുടെ ഇത് ഫെർമെന്റ് ആകണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കണമെന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ തവി കൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അത്ര ഫെർമെന്റ് ആയി കിട്ടൂല, ഫ്ലഫി ആയിട്ട് വരൂല മോർണിംഗിൽ. നമ്മുടെ കൈ ചിലരുടെയൊക്കെ കൈ കൊണ്ട് തൊടുവാണെങ്കിൽ പെട്ടെന്ന് പുളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക, ഒരു ഹെസിറ്റേഷനും വേണ്ട. നമ്മൾ ഈ കൈ കൊണ്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മൾ ഈ കൈ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫുഡ് കഴിക്കണത്, എല്ലാം കുക്ക് ചെയ്യണതൊക്കെ. അപ്പം നമ്മളുടെ കൈയല്ലേ. അപ്പോൾ അതൊന്നും നല്ലതുപോലെ കഴുകിയിട്ട്, വേർപ്പൊന്നുമില്ല, നല്ലപോലെ കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ബാറ്റർ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചിട്ട് ഓവർനൈറ്റ് ഫെർമെന്റ് ആകാൻ വെക്കുക. അറ്റ്ലീസ്റ്റ് 8 hours ഇത് ഫെർമെന്റ് ആകാൻ വെക്കുക. തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് അരച്ചിട്ട് നേരെ ഈ പാത്രം ഒരു കാസറോളിൽ ഇറക്കി വെക്കുക. മോർണിംഗിൽ നല്ല ഫ്ലഫി ആയിട്ട് ഇത് നല്ല ഫെർമെന്റ് ആയി കിട്ടും. ഓൾവേസ് പ്ലേസ് ഇറ്റ് ഇൻ എ കാസറോൾ ടു ഫെർമെന്റ് ഇറ്റ് വെൽ. അപ്പം ഇവിടെ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു 1 day before നമ്മൾ അരച്ചു വെച്ചതാണ് നമ്മളുടെ ദോശ ബാറ്റർ. അപ്പം നല്ലതുപോലെ പൊളിച്ചിട്ടിങ്ങനെ നല്ല സ്പോഞ്ചി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഉണ്ട്. മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഒരുപാടായി പോകരുത്. ഇതിപ്പോൾ നല്ല കട്ടിക്കിരിക്കുകയാണ് അല്ലേ. അപ്പം ഇതിപ്പോൾ കുറച്ച് വെള്ളം നമുക്കൊന്ന് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല കട്ടിക്കിരിക്കല്ലേ. ദോശയ്ക്കാകുമ്പോൾ ഒരല്പം കൂടെ വെള്ളമൊന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യാം, മതി. ജസ്റ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്യുക. നമുക്കതിനാവശ്യമുള്ളത്ര നമുക്കൊന്ന് ഇതാക്കി കിട്ടും. മിക്സ് വെൽ. ഇത് മതി നമുക്ക്. ഇത്രയും ഒരു ഇതിൽ വെക്കാം. കുറച്ചുകൂടെ വേണേ കട്ടിക്ക് വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഈസ് ഗുഡ്, പെർഫെക്റ്റ്. കണ്ടില്ലേ? നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് ദോശ ചുടാൻ തുടങ്ങാം. ഞാനിവിടെ, നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഒരു കോട്ടൺ തുണിയാണ് എണ്ണ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോട്ടൺ തുണിയോ ബ്രഷോ ഉപയോഗിച്ച് എണ്ണ അപ്ലൈ ചെയ്യാം. അതുപോലെ ഫ്ലെയിം കുറച്ച് വെക്കുക. ഒരുപാട് ഫ്ലെയിം ആകരുത്. ഇതിനകത്തോട്ട് നമുക്കൊരല്പം ഒന്ന് വെള്ളം, കല്ല് ചൂടായി ഓവറായിട്ട് ചൂടായി പോകുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ദോശയുടെ മാവ് ആഡ് ചെയ്യുക. വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ കുത്തിപ്പിടിക്കത്തില്ല. അടച്ചു വെക്കുക. അതിൻ്റെ ഹോൾസ് ഒക്കെ വന്ന് ഒരു സൈഡ് ഒന്നാവുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ നമ്മളുടെ നാടൻ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ ദോശ കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ദോശയാണ് ഇത്. ഇത്ര സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കയ്യിലെടുത്താൽ പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ദോശയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ദോശ. നെക്സ്റ്റ് ദോശയും തൊടാം. നമ്മൾ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെക്കണം. അത് നമ്മൾ തന്നെ നോക്കിയിട്ട് കേട്ടോ. നമ്മുടെ നാടൻ ദോശയൊന്നും നമ്മൾ ഒരുപാട് അങ്ങ് പരത്താറില്ല. ഈ ഒരു സൈസിലാണ് നോർമലി ദോശ ഇടുന്നത്. ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാൻ വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് വെന്ത് കേട്ടോ ഒരു സൈഡ്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം.
തിരിച്ചിടുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇടണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Isn't it looking very yummy? Yes. So soft, so nice. ഇത് നമുക്ക് ആർപ്പാറ് കാണാം, അത്ര എൻ്റെ കൈ പൊള്ളണം കേട്ടോ, നല്ല ചൂടാ. ഇതിപ്പോൾ എത്ര കട്ടി കുറഞ്ഞ് നല്ല ദോശയാണ്. ഇത് നമ്മുടെ നാടൻ ദോശ കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ദോശ ഉണ്ടാക്കാനൊക്കെ അറിയാം. ഉണ്ടാക്കാൻ വയ്യാത്ത എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നമ്മളുടെ നാടൻ ദോശ. ഇത് ചട്നിയൊക്കെ കൂട്ടി രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഇതിലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് വേറെയില്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ നാടൻ സിമ്പിൾ ദോശ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ ഈസിയാണ്, സിമ്പിളാണ്. നമ്മുടെ മല്ലൂസിനെല്ലാം അറിയാം. ദോശ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്കാണ് സ്പെഷ്യലി. Hope everyone likes today's easy and simple dosa recipe. Thank you so much for watching. Keep sharing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ തന്നെ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Eat healthy, stay healthy.